നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയായിരുന്ന പി മുഹീദ്ദീൻ കുട്ടി ഉസ്താദിൻ്റെ ഒന്നാം അനുസ്മരണ സമ്മേളനത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയത്. സംഘടനാ രംഗത്ത് നിസ്വാർത്ഥ സേവകനായി, അതോടൊപ്പം ദീർഘദൃഷ്ടിയുള്ള നേതാവായി പരിലസിച്ച മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു പി ഉസ്താദ്. ഈ സന്ദർഭത്തിൽ പി ഉസ്താദിന്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്ത് പുണ്യം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എത്തിയത് തന്നെ. സിറാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ പോലെ, അല്ലെങ്കിൽ ഒരു സ്വന്തം പ്രസ്ഥാനത്തെ പോലെ കരുതി അതിൻ്റെ വളർച്ചയിൽ വളരെയധികം സംഭാവന അർപ്പിച്ച മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു പി ഉസ്താദ്. ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഉപദേശകനായും വഴികാട്ടിയായും സംഘാടകനായും മുന്നിൽ നിന്ന് പേര് തെളിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം എന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. സംഘടന പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലൊക്കെ പി ഉസ്താദിന്റെ സരസവും ലളിതവും ഫലിതവുമുള്ള ലേഖനങ്ങൾ സംഘടനക്കും അതേപോലെ തന്നെ സുന്നി പ്രവർത്തകർക്കും എന്നും ആവേശം വിതറിയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്കറിയാം, സിറാജിൽ പി ഉസ്താദിന്റെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ കോപ്പി തികയാതെ വരികയും പിന്നീട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ആ ലേഖനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രയും സരസമായിരുന്നു പി ഉസ്താദിന്റെ ലേഖനങ്ങൾ. ഉപമകളും തനതായ ആ ഗ്രാമീണ ശൈലിയും മേളിച്ച ആ ലേഖനങ്ങൾ അതൊരു വലിയ സംഘടനാ പ്രവർത്തകർക്ക് ഒരു വഴികാട്ടിയായിരുന്നു. ആ കൃതികൾ അല്ലെങ്കിൽ ആ ലേഖനങ്ങൾ പി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സിറാജിനെ നെഞ്ചകത്തോട് ചേർത്തുവെച്ച ഒരു മഹാസംഘാടകനായിരുന്നു. ഞാൻ വളരെയധികം എന്നോടും തിരിച്ചും അദ്ദേഹവുമായിട്ട് വളരെയധികം ഒരു ആത്മബന്ധം പുലർത്തിപ്പോന്നിരുന്നു. പലപ്പോഴും എന്നെ വിളിച്ച് നമ്മൾ മറ്റ് സംഘാടകരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പി ഉസ്താദ് പലപ്പോഴും ഞങ്ങളോട് ഉപദേശിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ ലാളിത്യത്തോടുകൂടി എളിമയോടുകൂടിയായിരുന്നു എന്നും ഞങ്ങളെ സമീപിച്ചിരുന്നത്. ഒരിക്കലും സ്വനാമ പ്രഘോഷത്തിന് അല്ലെങ്കിൽ സ്വന്തം നാമം പത്രത്തിൽ വരാനോ അല്ലെങ്കിൽ എഴുതി കാണാനോ ഒരു താല്പര്യവുമില്ലാതെ, സ്വന്തം ഫോട്ടോ പോലും അച്ചടിച്ചു വരാൻ ഒരു താല്പര്യവും പ്രകടിപ്പിക്കാത്ത ഒരു പണ്ഡിത ശ്രേഷ്ഠരായിരുന്നു അന്ന് അദ്ദേഹം എന്ന് ഞങ്ങൾ പലപ്പോഴും അടക്കം പറയാറുണ്ട്. സിറാജിന്റെ ഏത് വേദികളിൽ ചെന്നാലും സിറാജിനെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധീകരണത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരിക്കലും സിറാജിന്റെ ഒരു പ്രസിദ്ധീകരണത്തിനു വേണ്ടി സിറാജ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം, സുന്നി ആശയ സംവാദത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം, ഈ പുസ്തകം പ്രചരണത്തിന് വേണ്ടി ഒരു സുന്നി സമ്മേളനത്തിൽ കൊണ്ടുചെന്നപ്പോൾ അവിടെ ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ആ പുസ്തകത്തെക്കുറിച്ച് അതിൽ ഉള്ളടക്കത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും ചെയ്ത പി ഉസ്താദ് ഈ പുസ്തകമെല്ലാം അവിടെ വിറ്റഴിക്കുന്നതിന് വേണ്ടി വളരെയധികം സഹായിച്ചു. അതിനുശേഷം ഏകദേശം പാതിരാ സമയം പിന്നിട്ട് 1 മണി പിന്നിട്ടു. അങ്ങനെ പിന്നിട്ടതിന് ശേഷം സിറാജിന്റെ വിൽപ്പനയ്ക്ക് പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവിടുത്തെ ഒരു ജീവനക്കാരൻ, ഈ ജീവനക്കാരന് തിരിച്ചു വരാൻ വേണ്ടി ഒരു വഴിയുമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന പല നേതാക്കളെയും സമീപിച്ചപ്പോൾ അവരൊക്കെ
വാഹനങ്ങളിൽ പല വഴിക്ക് ആണ് പോകുന്നത് എന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ PP ഉസ്താദ് ആ പ്രവർത്തകനെ സ്വന്തം കാറിൽ കയറ്റി ഞാൻ പോകുന്നത് വഴിക്കാണെങ്കിലും നിന്നെ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റുകയും അങ്ങനെ കോഴിക്കോട് നഗരത്തിലെത്തിയതോടുകൂടി ചോരാത്ത മഴ, വളരെയധികം ശക്തമായ മഴയിൽപ്പെട്ട സമയത്ത് BP ഉസ്താദ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി പരിചരിച്ച ആ പരിചരണം ആ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ നമ്മുടെ ജീവനക്കാരെ പറഞ്ഞപ്പോൾ ആണ് യഥാർത്ഥത്തിൽ PP ഉസ്താദിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് മനസ്സിലായത്. എനിക്കറിയാം പലപ്പോഴും ഈ സംഘടനാ പ്രവർത്തകരാകുമ്പോഴും നേതാക്കളാകുമ്പോഴൊക്കെ ഈ ധനാഗമ മാർഗങ്ങൾ സാമ്പത്തികമായിട്ട് പല മേഖലകളിൽ നിന്നും പണം ലഭിക്കാറുണ്ട്, സംഭാവനകൾ ലഭിക്കാറുണ്ട്, സഹായം ലഭിക്കാറുണ്ട്. പക്ഷെ PP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേഴ്സിൽ ഒരു പ്രത്യേക അറവുണ്ടായിരുന്നു. സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന പണം സ്വരൂപിച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേഴ്സിൽ പ്രത്യേകം ഒരു അറ ഉണ്ടായിരുന്നു. അത്രക്കും സൂക്ഷ്മമായി നമുക്കറിയാം തന്നെ ഈ ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ ഗണത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു PP ഉസ്താദ് എന്ന് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഘട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വന്തം ആദർശവും അതേപോലെ തന്നെ നിലപാടും ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കാനുള്ള ആർജവം എന്നും കാണിച്ച മഹദ്വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്വന്തം നിലപാട് വെട്ടിത്തുറന്ന് പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ആരുടെ മുമ്പിലും തുറന്ന് പറയാൻ, രാഷ്ട്രീയക്കാരൻ്റെതായാലും മത നേതാക്കളുടേതായാലും മറ്റ് സംഘടനാ നേതാക്കളുടേതായാലും ഒക്കെ ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാൻ ആർജവം കാണിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ ഈ സമയത്ത് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ദീർഘനേരം കേട്ടതാണ്. ഏതായാലും ഈ സംഘടനാ രംഗത്തൊക്കെ ഒരു മധ്യസ്ഥന്റെ റോളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഈ SYS-ലും അതേപോലെ തന്നെ മറ്റ് സംഘടനകളിലൊക്കെ ആശയ സംഘടനകളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് വന്ന് മധ്യസ്ഥന്റെ റോളിൽ കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കുന്നതിലും പ്രത്യേകം വൈദഗ്ധ്യം സിദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു PP ഉസ്താദ് എന്ന്. കൂടുതൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല, നമ്മളൊക്കെ കേട്ടതാണ്, നമ്മളൊക്കെ അറിയുന്നതാണ്. ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദറജ, ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ ദറജ പടച്ചതമ്പുരാൻ ഉയർത്തിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.